ഹായ് മക്കൾസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ദ ലൈറ്റ് ഓൺ ദ ഹിൽ അല്ലെ, ലൈറ്റ് ഓൺ ദ ഹിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. First question, have you ever painted a picture? What are the things you will do to make your painting beautiful? അല്ലെ, നിങ്ങൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സ്, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, വാട്ട് ആർ ദ തിങ്സ് യു വിൽ ഡു ടു മേക്ക് യുവർ പെയിന്റിംഗ് ബ്യൂട്ടിഫുൾ? ഒന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങൾ എപ്പോഴും പിക്ചേഴ്സ് ഒക്കെ വരക്കാറുള്ള, എല്ലാവരും പിക്ചേഴ്സ് വരക്കും അല്ലെ. ചിത്രം വരക്കാൻ കഴിയുന്നവരാണെങ്കിലും കഴിയാത്തവരാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിത്രങ്ങൾ വരച്ചു നോക്കും അല്ലെ. അങ്ങനെ വരക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിത്രങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളൊക്കെ അതിലുണ്ടാവില്ല മക്കളെ. അതെന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. യെസ്, ഐ ഹാവ് പെയിന്റഡ് എ പിക്ചേഴ്സ്. എന്താണ്, ഞാൻ പിക്ചേഴ്സ് വരക്കാറുണ്ട്. യൂഷ്വലി ഐ യൂസ് ടെക്നിക് ഓഫ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ടു മേക്ക് ദ പെയിന്റിംഗ് ബ്യൂട്ടിഫുൾ അല്ലെ. പൊതുവെ ഞാൻ പെയിന്റിങ്സ് വരയ്ക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്സും അതുപോലെ ഷെയ്ഡും ആണ് ഞാൻ എൻ്റെ പെയിന്റിംഗ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഓക്കെ, നിങ്ങളുടേത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതാട്ടോ. Then, how according to the girl can the boy make the people feel happy by looking at his picture? ആ പെൺകുട്ടി എന്താണ്, പെൺകുട്ടിയുടെ അഭിപ്രായത്തിൽ പെൺകുട്ടി എന്താണ് പറഞ്ഞത്? ബോയ്ക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ, അവന്റെ പിക്ചേഴ്സ് വരക്കുമ്പോൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ സാധിക്കും എന്ന് പെൺകുട്ടി എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. According to the girl, the boy can make the people happy by drawing picture same as he see in the nature. അല്ലെ, പ്രകൃതിയിൽ എങ്ങനെയാണോ കാണുന്നത്, എങ്ങനെ മനോഹരമായിട്ടാണോ അത് കാണുന്നത്, അതുപോലെ ആ കുട്ടി അത് വരച്ചു കഴിഞ്ഞാൽ എന്താവും, അത് കാണുന്ന ആളുകൾക്ക് ഹാപ്പി ആവും എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. ക്ലിയർ? Then third question. It is a beautiful world. What makes a little girl say so? എന്തൊരു മനോഹരമായിട്ടുള്ള ലോകം എന്ന് നമ്മുടെ പെൺകുട്ടി പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം അല്ലെ. The little girl said it was a beautiful world because, കാരണം the sight of the light upon the hills അല്ലെ, ആ മലമുകളുടെ ബാക്കിൽ നിന്നും അതിന്റെ ഉള്ളിൽ നിന്നും എന്ത് വരുന്നുണ്ട്, ആ വെളിച്ചം കയറി വരുന്ന ആ വെളിച്ചം. ആൻഡ് ഷാഡ് ഓഫ് ദ ട്രീസ് ആൻഡ് ദ ഫീൽഡ് അല്ലെ, അതിന്റെ പ്രകാശം കൊണ്ട് ഷാഡ് ഓഫ് ദ ട്രീസ് ആൻഡ് ഫീൽഡിലെ അതിൽ നിന്നും വരുന്ന നിഴൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പാടങ്ങളും അതുപോലെ മരങ്ങളുടെ ഒക്കെ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഷാഡോ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗ്രിമ്മണി സൺലൈറ്റ്, പിന്നെ എന്താ കാണുന്നത്, മങ്ങിയ ആ വെളിച്ചം കാണുന്നുണ്ട് അല്ലെ, സൂര്യപ്രകാശം അസ്തമിക്കുമ്പോൾ ഉണ്ടാവുന്ന മങ്ങിയ വെളിച്ചം കാണുന്നുണ്ട്. റെസ്ലിംഗ് ലീവ്സ് ആൻഡ് ദ സൗണ്ട് ഓഫ് റിബ്ലിംഗ് സ്ലേ അല്ലെ. റെസ്റ്റിംഗ് അല്ല കേട്ടോ, റെസ്ലിംഗ് ആണ്. റെസ്ലിംഗ് ലീവ്സ്, എന്താണ് റെസ്ലിംഗ് ലീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കാറ്റിൽ ഇങ്ങനെ ആടിയിലയുമ്പോൾ ഇലകൾ ഉണ്ടാക്കുന്ന ശബ്ദം അല്ലെ. ആൻഡ് ദ സൗണ്ട് ഓഫ് ദ റിബ്ലിംഗ് സ്ലേ അല്ലെ, അരുവികൾ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദമുണ്ട് അല്ലെ, അതിനാണ് റിബ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. വെർ അട്രാക്ട് ടു ഹർ അല്ലെ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ലോകം അവളെ അട്രാക്ട് ചെയ്തു, അതുകൊണ്ടാണ് അവള് എന്തൊരു മനോഹരമായിട്ടുള്ള ലോകം എന്ന് പറഞ്ഞത്. ക്ലിയർ? വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സിൻ ബൈ ദ ബോയ് അല്ലെ. എന്താണ് ഒരു പാപം എന്ന് കുട്ടി ഉദ്ദേശിച്ചത്? അതൊരു പാപമാകുമോ, അല്ലെങ്കിൽ അതൊരു തെറ്റായി മാറും, പാപം ആയി മാറും എന്ന് കുട്ടി പറഞ്ഞത് എന്താണ്? To do anything which might represent the world badly, imperfectly is described as a sin by the boy. എന്താണ് ആ പെൺകുട്ടി അത് മനോഹരമായിട്ട് വരക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അഥവാ ഇത് മനോഹരമായിട്ട് വരച്ചില്ലെങ്കിൽ, അത് ഇംപെർഫെക്റ്റ് ആയിട്ട് വരച്ചാൽ, പൂർണ്ണമല്ലാത്ത രീതിയിലാണ് അത് വരക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബാഡായിട്ട് മോശമായിട്ടാണ് അത് വരക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു പാപമല്ലേ അല്ലേ. ഇത്രയും മനോഹരമായ ഈ ലോകത്തെ വളരെ മോശം രീതിയിൽ വരച്ച് കാണിച്ചാൽ അത് വലിയ തെറ്റല്ലേ എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. ഓക്കെ. What, according to the girl, should we do when we want to give our best? അല്ലെ, നമ്മുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബെസ്റ്റ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ലഭിക്കണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന വർക്ക് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ലൊരു വർക്കായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പെൺകുട്ടി പറഞ്ഞത്? According to the girl, if we want to give our best, നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ
വി ഷുഡ് ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ വി ലവ്. നമ്മൾ അത് ആർക്ക് വേണ്ടി ചെയ്യണം? നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യണം. ഓക്കെ, നമ്മൾ നമ്മുടെ ബെസ്റ്റ്, നമ്മുടെ മാക്സിമം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്, ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ വർക്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആർക്ക് വേണ്ടിയിട്ട് ചെയ്യണം? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, then 6th question. Dash a big tragedy struck the family. What was the tragedy? ഒരു വലിയ ട്രാജഡി ആ ഫാമിലിയിൽ ഉണ്ടായി. ആ ഫാമിലിയെ പിടിച്ചു കുലുക്കി ഒരു വലിയ ട്രാജഡി, ദുരന്തം എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ ദുരന്തം? ദി ഡെത്ത് ഓഫ് ദ ലിറ്റിൽ ഗേൾ, അല്ലെ? ആ ബോയിയുടെ സിസ്റ്ററിന്റെ മരണം, അല്ലെ? ആ പെൺകുട്ടിയുടെ മരണമായിരുന്നു ആ വീടിനെ പിടിച്ചു കുലുക്കിയ ആ വലിയ ദുരന്തം. ഓക്കെ, then why was the boy reluctant to go to the same field once again? അല്ലെ, എന്താണ് ഈ reluctant എന്നൊക്കെ പറഞ്ഞ? മടി കാണിക്കുക, അല്ലെ? വീണ്ടും ആ സെയിം ഫീൽഡിലോട്ട്, വീണ്ടും ആ പാടത്തോട്ട്, വീണ്ടും ആ പാടങ്ങളും അവര് വരക്കാൻ പോയിരുന്ന സ്ഥലങ്ങളും ഒക്കെ വീണ്ടും അങ്ങോട്ട് പോവാൻ എന്തുകൊണ്ടാണ് കുട്ടി ഒരു മടി കാണിച്ചത് എന്നാണ് ചോദിക്കുന്നത്. The boy was reluctant to go to the same field once again. ഒരിക്കൽ കൂടെ അവിടെ പോവാൻ കുട്ടി മടി കാണിച്ചു. Because, കാരണം his little sister's untimely death and her memories haunted him. അല്ലെ, എന്താണ് കാരണം? അവന്റെ ലിറ്റിൽ സിസ്റ്ററിന്റെ അൺടൈംലി, ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണം, അല്ലെ? ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മരണവും അവളുടെ മെമ്മറൈസ്, അവളുടെ ഓർമ്മകൾ, ഹോണ്ടഡ് എന്ന് പറഞ്ഞ എന്താ? പിന്തുടരുക അല്ലെങ്കിൽ വേട്ടയാടുക. ഹിം, അല്ലെ? അവളുടെ ഓർമ്മകൾ അവനെ വേട്ടയാടുന്നത് കൊണ്ടും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള സിസ്റ്ററിന്റെ മരണവുമാണ് ആ കുട്ടിക്ക് ഇനിയും ആ സ്ഥലങ്ങളിലോട്ട് പോവാൻ മടി കാണിച്ചത്. ഓക്കെ, വാട്ട് വാസ് ദ ഡിസയർ ഇൻ ദ ബോയ്സ് ഹേർട്ട്? അല്ലെ, ബോയിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഡിസയർ എന്തായിരുന്നു, അല്ലെ? ആഗ്രഹം എന്തായിരുന്നു, അല്ലെ? ആ സ്വപ്നം എന്തായിരുന്നു, ആ ഇഷ്ടം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. The boy's heart desired, ബോയ്സിന്റെ ഹേർട്ട് ആഗ്രഹിച്ചു to put into the world, എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കാര്യം ലോകത്തിന് വേണ്ടി ചെയ്യണം. Something which should make the meanest and humblest citizen a little happier or better. അല്ലെ, ഏറ്റവും മീനസ്റ്റ് ആയിട്ടുള്ള, വെരി പുവർ എന്ന് അർത്ഥം കേട്ടോ. മീനസ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി പുവർ, വളരെ പാവപ്പെട്ട. ഹംബ്ലസ്റ്റ് എന്ന് എന്താ? വളരെ എളിമയുള്ള, അല്ലെ? വളരെ ഏറ്റവും എളിമയാർന്ന, ഏറ്റവും സിമ്പിളായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന, ഏറ്റവും ചെറിയ തട്ടിൽ ജീവിക്കുന്ന, ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യന് പോലും, ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളുകളൊന്നല്ല ഉദ്ദേശിച്ചത്, അല്ലെ? ഏറ്റവും സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും എന്തെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് കിട്ടുന്ന രീതിക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ ആയിട്ട് സംതിങ് കൊള്ളാമെന്ന്, അവർക്ക് ഒരു പ്രയോജനമാവുന്ന രീതിക്ക്, അവർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിച്ചത്. ഓക്കെ, the 9th question. What was the comment made by the audience on seeing the picture? അല്ലെ, കുട്ടി എന്ത് ചെയ്തു? അവരുടെ ചേച്ചിയുടെ മരണത്തിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളിലും ഒക്കെ ഇടയിലൂടെ അവൻ എന്ത് ചെയ്തു? ആ ചേച്ചിയോടുള്ള സ്നേഹവും അതിന്റെ മരണത്തോടുണ്ടായിരുന്ന ആ വിഷമവും ഇമോഷൻസ് ഒക്കെ അവന്റെ മൈൻഡിൽ എന്ത് ചെയ്തു? ഒരു പ്രത്യേക ആരോഗ്യവും പ്രത്യേക സ്ട്രെങ്ത്തും ഒരു മെന്റൽ പവറും ഒക്കെ അവനെ കൊണ്ടുവന്നു. അങ്ങനെ അവന്റെ പിക്ചർ എന്ത് ചെയ്തു? ആ മനോഹരമായ ചിത്രം അവന്റെ ചേച്ചിയെ, അവന്റെ സിസ്റ്ററിനെ ഓർത്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു, അല്ലെ? ആ ടൈമിൽ അവന്റെ മനസ്സിൽ, അല്ലെ, അത് കണ്ട ഓഡിയൻസ് എന്ത് അഭിപ്രായമാണ് പറഞ്ഞത് നോക്കാം, അല്ലെ? ആ പിക്ചർ കാണാം, ആ ഡ്രോയിങ് കാണാൻ വന്ന ആളുകള്, ആ പെയിന്റിങ് കാണാൻ വന്ന ആളുകള് എന്താണ് പറഞ്ഞത്? The audience appreciated the picture, saying, അത് അവരെന്ത് ചെയ്തു? അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെ? അഭിനന്ദിച്ചു ആ ചിത്രം, അഭിനന്ദിച്ചു ആ ചിത്രത്തെ. എന്നിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ഓൾ ദ അതർ പിക്ചേഴ്സ് ഡൺ ബിഫോർ ബൈ ദ ബോയ്. അല്ലെ, ഇതിനു മുമ്പ് ആ ആൺകുട്ടി ചെയ്തിരുന്ന എല്ലാ ചിത്രങ്ങളെക്കാൾ കൂടുതൽ ബെറ്റർ ആണ് ഈ പിക്ചർ എന്ന് ഓഡിയൻസ് പറഞ്ഞു. ഓക്കെ, ദേ ഓൾസോ പ്രൈസ്ഡ്, അവരെന്ത് ചെയ്തു? പുകഴ്ത്തി. ദ പിക്ചർ ആസ് ബ്യൂട്ടിഫുൾ, വളരെ ഭംഗിയുള്ള പിക്ചറാണെന്ന് പറഞ്ഞ് അവർ പുകഴ്ത്തി. ബിക്കോസ് ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ്. കാരണം എന്താണ്? ആ ചിത്രം അത് കാണുന്ന വ്യക്തിക്ക് ഒരു സന്തോഷം കൊടുക്കുന്നുണ്ട്. ആ പിക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സന്തോഷം മേക്ക് ചെയ്യുന്നുണ്ട്. സോ മറ്റൊരാൾക്ക് കാണുമ്പോൾ ആ പിക്ചർ ഒരു സന്തോഷം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക്
അത് പെർഫെക്റ്റ് ആയി എന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലെ. അത് അത്രയും സ്നേഹപ്പെട്ട ആളുകൾക്ക് വരച്ചുകൊണ്ട് അത്രയും മനോഹരമായത് കൊണ്ട് തന്നെ അത് കാണുന്ന ആളുകളുടെ മനസ്സും നിറഞ്ഞു അല്ലെ. അതുകൊണ്ടാണ് ആ ഓഡിയൻസ് അവനെ അപ്രീഷിയേറ്റ് ചെയ്തത്. ഓക്കെ, why did the boy say that his heart ached as he did the picture? അല്ലെ, അവന്റെ ഹൃദയം ached എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഹൃദയം ഇങ്ങനെ വേദന കൊണ്ട് പൊളയുകയായിരുന്നു അവൻ ആ പിക്ചർ വരച്ചപ്പോൾ. കാരണം എന്താണ്? The boy's heart ached because അവന്റെ ഹൃദയം വേദനിക്കുകയായിരുന്നു. because കാരണം he thought of her little sister all the time he worked in the field. അല്ലെ, അവൻ ഫീൽഡില് അവന്റെ സിസ്റ്ററിന്റെ കൂടെ പോയി അത് വർക്ക് ചെയ്ത ആ ടൈം ആയിരുന്നു അവൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മനസ്സിൽ വന്നത്. where his sister accompanied him he was alive. അല്ലെ, അവന്റെ ചേച്ചി അക്കമ്പനിയുടെ കൂടെ പോവുക അല്ലെ, അവന്റെ കൂടെ ഡെയിലി പണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ കൂടെ പോകാറുണ്ടായിരുന്നു അല്ലെ. ആ മൊമെന്റുകൾ ഒന്നിച്ച് അവർ വരച്ച ചിത്രങ്ങള്, ആ പിക്ചറുകൾ കാണാൻ ചേച്ചി കൂടെ പോയുള്ള നിമിഷങ്ങളൊക്കെ ആയിരുന്നു. ചേച്ചി ജീവിച്ചിരുന്ന സമയത്ത് ചേച്ചി അവന്റെ കൂടെ പോയി അവർ രണ്ടുപേരും ഒന്നിച്ച് കണ്ട പിക്ചറുകള്, പാഠങ്ങള്, ആ ടൈം സ്പെൻഡ് ചെയ്ത ടൈം, ഇതെല്ലാമായിരുന്നു അവന്റെ മനസ്സിൽ വന്നിരുന്നത് ആ പിക്ചർ വരച്ചപ്പോൾ. അതുകൊണ്ടാണ് ആ പിക്ചർ വരച്ചപ്പോൾ അവന്റെ ഹൃദയം വേദനിക്കുകയായിരുന്നു, വേദന കൊണ്ട് പുളയുകയായിരുന്നു എന്നവൻ പറഞ്ഞത്. ക്ലിയർ? then how can one find happiness for one's own self? അല്ലെ, എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നോക്കാം അല്ലെ. എങ്ങനെയാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്? എനിബഡി ക്യാൻ ഫൈൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, if he she seeks it for the others too. അത് ആർക്ക് വേണ്ടിയിട്ട് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക അല്ലെ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അതിലൂടെ സന്തോഷം ലഭിക്കും അല്ലെ. then it is called heaven. what does the statement mean? അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സ്വർഗം എന്ന് വിളിക്കും. ലാസ്റ്റ് സെന്റൻസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? സ്വർഗം എന്ന് വിളിക്കും എന്നാണ് പറഞ്ഞത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് നോക്കാം. പെർഫെക്റ്റ് ലവ് അല്ലെ, പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹം, നല്ല കറക്റ്റ് ആയിട്ടുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഹാസ് ഓൾ ദ ഗുഡ് ക്വാളിറ്റി ഇൻ ഹിസ് ഗിഫ്റ്റ് എക്സ്പെക്ട് ഹാപ്പിനെസ്. അല്ലെ, ഹാപ്പിനെസ് അല്ലാത്ത എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവും പെർഫെക്റ്റ് ലവിൽ എന്നാണ് പറയുന്നത് അല്ലെ. ഒരു യഥാർത്ഥ സ്നേഹത്തിൽ ഹാപ്പിനെസ്സും ഉണ്ടാവും, പക്ഷെ ഹാപ്പിനെസ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒരു പ്യുവർ ഹേർട്ട്, പ്യുവർ സ്നേഹത്തിലുണ്ടാവും അല്ലെ. സ്നേഹമുള്ള ഒരു ഹൃദയത്തിന് ഹാപ്പിനെസ് ഇല്ലാതെയും ജീവിക്കാൻ കഴിയും. സ്നേഹമുള്ള മനുഷ്യര് ഹാപ്പിനെസ് ഇല്ലാതെയും ജീവിക്കാറില്ലേ? അതുപോലെയാണ് അല്ലെ. അപ്പോ പെർഫെക്റ്റ് ലവ് ഹാസ് ഓൾ ഹിസ് ഗുഡ് ക്വാളിറ്റീസ് ഇൻ ഹിസ് ഗിഫ്റ്റ് എക്സെപ്റ്റ് ഹാപ്പിനെസ്. അല്ലെ, ഹാപ്പിനെസ് അല്ലാത്ത എല്ലാ ക്വാളിറ്റീസും പെർഫെക്റ്റ് ലവിൽ നിങ്ങൾക്ക് ഉണ്ടാവും. വെൻ വൺസ് വർക്ക് ബിക്കം ടോട്ടലി സെൽഫ്ലെസ് ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ്. അല്ലെ, എന്താണ്? ഒരു വ്യക്തി ഒരിക്കലും സ്വന്തമല്ല, തനിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ലഭിക്കും? ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ്. അത് എന്ത് കൊണ്ടുവരും? സന്തോഷം കൊണ്ടുവരും. ദസ് ഇഫ് യു വാണ്ട് എ ഹാപ്പിനെസ് വി ഷുഡ് ഗീവ് ഹാപ്പിനെസ് ടു അതേഴ്സ് ഓൾസോ. നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഗീവ് ഹാപ്പിനെസ് ടു അതേഴ്സ് ഓൾസോ. അല്ലെ, സന്തോഷം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക അല്ലെ. അങ്ങോട്ട് കൊടുത്താൽ മാത്രം ഇങ്ങോട്ടും കിട്ടുന്ന ഒന്നാണ് സന്തോഷം അല്ലെ. നമ്മൾ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ്സും സന്തോഷം കൊടുത്തു നോക്കും, അവരും നമ്മളെ ഇങ്ങോട്ട് സന്തോഷിപ്പിക്കും അല്ലെ. നമ്മൾ ഒരാൾക്ക് സന്തോഷം കൊടുത്താൽ, ഇപ്പൊ നമ്മള് ഒരാൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഒരു സന്തോഷം പിക്ചർ കാണുമ്പോൾ വളരെ ഹാപ്പി ആയി എല്ലാവരും അല്ലെ, സ്വാഭാവികമായിട്ടും അവർ ഇങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തായി? നമ്മളും ഹാപ്പി ആയി അല്ലെ. ആ ആർട്ടിസ്റ്റ് അവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ, അവന്റെ ചേച്ചിയോടുള്ള സ്നേഹം കാരണം ആ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ ആ പിക്ചർ വരച്ചു. അപ്പൊ അത് കണ്ട ആളുകൾക്ക് എന്ത് ലഭിച്ചു?
അത് കണ്ട ആളുകൾക്ക് എന്താ ലഭിച്ചത്? ഹാപ്പിനെസ് ലഭിച്ചു. അവരെ തിരിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അടിപൊളി പിക്ചറാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഇതുവരെ ചെയ്തതിലും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വരച്ച ആൾക്ക് തിരിച്ച് ഇങ്ങോട്ട് എന്ത് ലഭിച്ചു? ഹാപ്പിനെസ് ലഭിച്ചു. നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയോ? ഈ കുട്ടി ഈ പിക്ചർ വരച്ചപ്പോ അവന് ഹാപ്പിനെസ്സിലല്ല വരച്ചത്. അവൻ ആ പിക്ചർ ആർക്ക് വേണ്ടിയിട്ടാണ് വരച്ചത്? അവന്റെ ചേച്ചിയോടുള്ള പ്യുവർ ലവും പെർഫെക്റ്റ് ലവും അല്ലെ, അവന്റെ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട്, ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തത്. അവിടെ പെർഫെക്റ്റ് ലവ് ആണ് അല്ലെ, ചേച്ചിയോടുള്ള ഹാപ്പിനെസ് കൊണ്ടല്ല അല്ലെ, ചേച്ചിയോടുള്ള ഇഷ്ടം കാരണം, ചേച്ചിയോടുള്ള സ്നേഹവുമാണ് അവൻ ആ പിക്ചർ വരച്ചപ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ചേച്ചിയോടുള്ള സ്നേഹം കാരണമുള്ള സങ്കടം കൊണ്ടാണെങ്കിൽ പോലും ആ ചേച്ചിയോടുള്ള ലവ് ആയിരുന്നു അവൻ ആ പിക്ചർ വരച്ചപ്പോൾ. പിന്നെ ആ പിക്ചർ കാണാൻ വന്ന ആളുകൾക്ക് ആ പിക്ചർ കണ്ടപ്പോൾ എന്ത് ലഭിച്ചു? ഹാപ്പിനെസ് ലഭിച്ചു. അവൻ ആളുകൾക്ക് ഹാപ്പിനെസ് കൊടുത്തു. ആ ചിത്രത്തിലൂടെ അവൻ ആളുകൾക്ക് സന്തോഷം കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ തിരിച്ച ആളുകൾ ഇങ്ങോട്ട് എന്ത് കൊടുത്തു? അപ്രീഷിയേറ്റ് ചെയ്ത് പ്രൈസ് ചെയ്ത്. അപ്പൊ അവനെന്തായി? അവനും എന്തായി? ഹാപ്പി ആയി അല്ലെ. അപ്പൊ എന്തായി? ഹാപ്പിനെസ് കൊടുത്തപ്പോ തിരിച്ച് ഹാപ്പിനെസ് ഇങ്ങോട്ടും ലഭിച്ചു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുക. അപ്പൊ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ടും എന്ത് ലഭിക്കും? ഹാപ്പിനെസ് ലഭിക്കും, സന്തോഷം ലഭിക്കും. ക്ലിയർ ആയോ? ഓക്കെ. സോ ദിസ് ഹാപ്പിനെസ് മിക്സ്ഡ് വിത്ത് പെർഫെക്റ്റ് ലവ് ആൻഡ് ഗിവ് us heaven അല്ലെ. അപ്പൊ ഈ ഹാപ്പിനെസ്സും ഈ പെർഫെക്റ്റ് ലവും കൂടെ ഒരാൾക്ക് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെ, ഈ പറഞ്ഞ പെർഫെക്റ്റ് ലവും അതിന്റെ കൂടെ ഹാപ്പിനെസ്സും കൂടെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? പൂർണ്ണമായ സ്നേഹവും പൂർണ്ണമായ സന്തോഷവും എല്ലാം ഒരാൾക്കുണ്ടെങ്കിൽ ആ ജീവിതത്തെ, ആ വ്യക്തിയെ, ആ ജീവിതത്തെ, ആ ചുറ്റുപാടിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? ദാറ്റ് ഈസ് ഹെവൻ എന്ന് വിളിക്കും അല്ലേ. അതിലും കൂടുതൽ വലിയൊരു സ്വർഗം ഭൂമിയിൽ എന്താ ഉള്ളത് അല്ലെ. അത്രയും പ്യുവർ ലവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹവും അതിന്റെ കൂടെ നിറയെ ഹാപ്പിനെസ്സും കൂടെ ആവുമ്പോ എന്ത് ലഭിക്കും മക്കളെ? ദാറ്റ് ഈസ് ഹെവൻ. അതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയുമാണ് ഈ പാർട്ടിൽ, ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഇനി നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ട്. സിമ്പിൾ ആണ്, പക്ഷെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണാം.